പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിമൻ പോലീസ് കോൺസ്റ്റബിൾ, വിമൻ പോലീസ് ബറ്റാലിയൻ വിഭാഗത്തിലേക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്ന ഏത് പ്രസ്താവന അഥവാ പ്രസ്താവനകളാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. 2, 3, 4 ശരിയായിട്ടുള്ളത്. പി കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. 1932 ഒക്ടോബർ 2 സത്യാഗ്രഹം അവസാനിച്ചു. ഈ 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ 4 പ്രധാന സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളും താഴെ നൽകുന്നു. അവ ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. രണ്ടാം വട്ടമേശ സമ്മേളനം 1931. പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു 1939. ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവച്ചു 1922. ബർദോളി സത്യാഗ്രഹം 1928. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഗണനാ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ആദ്യം ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം, രണ്ടാമത് ലോങ് മാർച്ച്, മൂന്നാമത് ജപ്പാന്റെ ചൈന ആക്രമണം, നാലാമത് മഹത്തായ സാംസ്കാരിക വിപ്ലവം. ഈ ഒരു ഓർഡറിലാണ് വരുന്നത്. ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം, ലോങ് മാർച്ച്, ജപ്പാന്റെ ചൈന ആക്രമണം, മഹത്തായ സാംസ്കാരിക വിപ്ലവം. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവന അഥവാ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. 1946 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് അയച്ച ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങൾ ഉണ്ടായിരുന്നു. മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് ജൂൺ 3 പദ്ധതി തയ്യാറാക്കിയത്. താഴെ തന്നിരിക്കുന്ന എ വിഭാഗത്തിലെ ബന്ധം മനസ്സിലാക്കി ബി വിഭാഗം ഉത്തരം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. 6 കൻവർ സിംഗ് ആണ്, ബറൌട്ടില് ഷാമലാണ്. അപ്പൊ ശരിയായിട്ട് വരുമ്പോ കാൺപൂരില് നാനാ സാഹിബ്, 6 കൻവർ സിംഗ്, ഡൽഹി ബഹദൂർ ഷാ, ബറൌട്ട് ഷാമൽ. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ് തെറ്റായിട്ടുള്ളത്. രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. ലോക വ്യാപാര സംഘടന 1995 ജനുവരി 1 പ്രവർത്തനം ആരംഭിച്ചു. കരിമ്പ് കൃഷി, പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണ് ഉണ്ടാകുന്നത് ഏത് പാറ പൊടിഞ്ഞാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ബസാൾട്ട്. താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കാർബൺ ഡൈ ഓക്സൈഡ്. ഉത്തര രാജസ്ഥാന് ജലസേചനത്തിനു വേണ്ടി നിർമ്മിച്ച ഇന്ദിരാ കനാൽ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സത്ലജ്. പളനിമലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കൊടൈക്കനാൽ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ലക്ഷദ്വീപ്. 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ എ ആണ്, 107. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 4 ശരിയായിട്ടുള്ളത്. GDP നിരക്ക് വർദ്ധിച്ചു, വിദേശ നാണയ ശേഖരം വർദ്ധിച്ചു, അതുപോലെ തന്നെ വിദേശ മൂലധന നിക്ഷേപം വർദ്ധിച്ചു. ഇത് 3ഉമാണ് ശരിയായിട്ടുള്ളത്. GDP നിരക്ക് വർദ്ധിച്ചു, വിദേശ നാണയ ശേഖരം വർദ്ധിച്ചു, വിദേശ മൂലധന നിക്ഷേപം വർദ്ധിച്ചു. താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്ന് യോജിക്കാത്തത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഏഷ്യൻ വികസന ബാങ്ക്, ബെയ്ജിംഗ്. അതാണ് തെറ്റായിട്ടുള്ളത്. ബാക്കിയെല്ലാം ശരിയാണ്. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ, ലോക ബാങ്കിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ, അന്താരാഷ്ട്ര നാണ്യനിധി വാഷിംഗ്ടൺ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, നരേന്ദ്രമോദി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, പീച്ചി. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ആയത് ഏതൊക്കെ? ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 3, 4 തന്നിട്ടുള്ള എല്ലാം ശരിയാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി.
ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. ഇന്ത്യയിൽ പ്രധാനമായും ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നും അറിയപ്പെട്ടു. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 1950. ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1, 3 പ്രസ്താവനകൾ മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശം അനുസരിച്ചാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി നിലവിൽ വന്ന കമ്മീഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേരള സംസ്ഥാന ലോകായുക്ത. ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് എല്ലാ പ്രസ്താവനകളും. ഒരു വ്യക്തിയെയും ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല. ഒരു നിയമം നിലവിൽ വരുന്നതിന് മുൻപുള്ള നടപടിയെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കാൻ പാടില്ല. ഒരു വ്യക്തിയെയും തനിക്കെതിരെ തെളിവുകൾ നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല. കേരള സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ പെടാത്ത പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് നവകേരള സദസ്. എന്നാൽ ലൈഫ് മിഷൻ, ആർദ്രം മിഷൻ, ഹരിത കേരള മിഷൻ ഇത് മൂന്നും നവകേരള കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുന്ന പദ്ധതികളാണ്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക. ആൻസർ ഓപ്ഷൻ സി ആണ്. പ്രസ്താവന 3 തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉം ശരിയാണ്. ഓരോ നിയോജക മണ്ഡലങ്ങളും ഭൂമിശാസ്ത്രപരമായി വലിയ ഭൂപ്രദേശങ്ങളായിരിക്കണം. അതുപോലെ തന്നെ ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കർത്തവ്യ പഥ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 3 തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉം ശരിയാണ്. മന്ത്രിസഭയുടെ വലിപ്പവും മന്ത്രിമാരുടെ വകുപ്പുകളും വിജയിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയുടെ രാജിയോ മരണമോ സംഭവിച്ചാൽ മന്ത്രിസഭ പിരിച്ചുവിട്ടതായി കണക്കാക്കുന്നു. കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് നിരാമയ പദ്ധതി. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ എ ആണ്. 3ാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ച് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. സംസ്ഥാന ഗവൺമെന്റുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതാത് സംസ്ഥാന ഗവർണർമാർക്കാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. സൂര്യന്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 2013 സെപ്റ്റംബറിൽ വിജയകരമായി പരീക്ഷിച്ച ബഹിരാകാശ പേടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ആദിത്യ L1. 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ എ ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നു. 3ൽ 1 കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തു. 29 വിഷയങ്ങൾ ഉൾപ്പെടുത്തി 11ാം പട്ടിക ഭരണഘടനയുടെ ഭാഗമായി. എല്ലാ പ്രസ്താവനകളും 73ാം ഭേദഗതി പ്രകാരം ശരിയാണ്. താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. എന്നാൽ വനം, തൊഴിലാളി സംഘടനകൾ, വിദ്യാഭ്യാസം ഇത് മൂന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവയാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ മുഖ്യ നിയമോപദേശകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അറ്റോർണി ജനറൽ. മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ പുതിയ ഏറ്റവും വലിയ ജീൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഡിസ്ട്രോഫിൻ. ഏത് വിറ്റാമിന്റെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമാകുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് വിറ്റാമിൻ ഡി. വൈഡാൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് സാൽമൊണല്ല ടൈഫി. ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ?
ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. CO2, CFCs, N2O ആൻഡ് CH4. പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സത്യനാരായണ വേളേലി. ശബ്ദത്തിന് പരമാവധി വേഗത ലഭിക്കുന്നത് താഴെ പറയുന്ന ഏത് മാധ്യമത്തിലാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, അലുമിനിയം. ലാസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, അൾട്രാ വയലറ്റ്. ഭൂഗുരുത്വം മൂലമുള്ള ത്വരണത്തിന്റെ വില ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ധ്രുവം. ISROയുടെ അഭിമാന പദ്ധതിയായ ചാന്ദ്രയാൻ 3ന്റെ സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2023 ഓഗസ്റ്റ് 23. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറും ഉള്ള മൂലകങ്ങളെ പറയുന്ന പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഐസോബാറുകൾ. താഴെ തന്നിരിക്കുന്നതിൽ അയോണീകരണ ഊർജം ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, നൈട്രജൻ. ലൂയിസ് ക്ഷാരത്തിന് ഒരു ഉദാഹരണമാണ്? ഓപ്ഷൻ എ, NH3. ടൈറ്റാനിയം ഡൈ ഓക്സൈഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ധാതു ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇൽമനൈറ്റ്. ഭൈരവിക്കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭൈരവിക്കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പടയണി. കിളിക്കാലം ആരുടെ ആത്മകഥയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, P. വത്സല. വാട്ടർ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ടീമിലെയും ഗോൾ കീപ്പർ അടക്കമുള്ള കളിക്കാരുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ ബി ആണ്, 7. ആയുർവേദ വൈദ്യ സമ്പ്രദായത്തെക്കുറിച്ചുള്ള ഗ്രന്ഥമായ ശരത്ചന്ദ്രിക രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, പരവൂർ കേശവൻ ആശാൻ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, വി. ഷിനിലാൽ. മികച്ച മലയാള സിനിമയ്ക്കുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ ഹോം സംവിധാനം ചെയ്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, റോജിൻ തോമസ്. അടുത്തത് മാത്സ് ഭാഗത്തിലെ ചോദ്യങ്ങളാണ്. 1, 5, 14 ഡാഷ് എന്ന സംഖ്യാശ്രേണിക്ക് പറയുന്ന പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, സ്തൂപിക സംഖ്യകൾ. 3 സംഖ്യകളുടെ തുക 572. ഒന്നാമത്തേത് രണ്ടാമത്തേതിന്റെ ഇരട്ടിയാണ്. മൂന്നാമത്തേത് ഒന്നാമത്തേതിന്റെ 1/3 എങ്കിൽ അവയിൽ ഒരു സംഖ്യ താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 104. A, B, C എന്നിവർക്ക് യഥാക്രമം 20, 30, 60 ദിവസങ്ങളിൽ ഒരു ജോലി ചെയ്യാൻ കഴിയും. ഓരോ 3-ാം ദിവസവും B, C എന്നിവർ സഹായിച്ചാൽ Aക്ക് എത്ര ദിവസത്തിനുള്ളിൽ ജോലി പൂർത്തീകരിക്കാൻ കഴിയും? ആൻസർ ഓപ്ഷൻ ബി ആണ്, 15 ദിവസം. 3/4, 1, 1/2, 2, 1/4 എന്ന ശ്രേണിയിലെ പദമല്ലാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 4. 17/7.5 ഭാഗം 17/3.5 ഇൻറ്റു 17/4.5 17 എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 8.5. ഓരോ വർഷവും 15% വീതം ഇ വേസ്റ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പഠന റിപ്പോർട്ട്. 2020 ഏകദേശം 20 കോടി ടൺ ഇ വേസ്റ്റ് ഉണ്ടെന്നാണ് കണക്കാക്കിയിരുന്നത്. എങ്കിൽ 2024 ആകുമ്പോൾ എത്ര ടൺ ഇ വേസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്? ആൻസർ ഓപ്ഷൻ എ ആണ്, 34.98. ഒരു വശം 2 സെന്റിമീറ്റർ ആയ സമചതുരത്തിൽ വികർണം വൃത്തത്തിന്റെ വ്യാസമാണ് എങ്കിൽ വൃത്തത്തിന്റെ ചുറ്റളവ് എത്ര? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, 2√2 പൈ സെന്റിമീറ്റർ. കമ്പ്യൂട്ടർ എന്ന വാക്കിനെ CMOCRETU എന്ന് എഴുതാമെങ്കിൽ ഡെസിഫർ എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, ICEDREHP. ഒയുടെ അച്ഛനാണ് M, Qയുടെ മകനാണ് P, എമ്മിന്റെ സഹോദരനാണ് N, Pയുടെ സഹോദരിയാണ് O എങ്കിൽ Nഉം Qവും തമ്മിലുള്ള ബന്ധം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അളിയൻ. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. വിട്ടുപോയ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്.
ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 87. അടുത്ത ഇംഗ്ലീഷ് ഭാഗത്തിലെ ചോദ്യങ്ങളാണ്. കംപ്ലീറ്റ് ദി ക്ലോസ് സ്യൂട്ടബ്ലി. ഇഫ് ഐ ഹാഡ് അറ്റൻഡഡ് ദ വെഡിങ് ഐ ഡാഷ്. ആൻസർ ഓപ്ഷൻ എ ആണ് കുഡ് ഹാവ് മെറ്റ് ഹിം. ഇഫ് ഐ ഹാഡ് അറ്റൻഡഡ് ദ വെഡിങ് ഐ കുഡ് ഹാവ് മെറ്റ് ഹിം. ഐഡന്റിഫൈ ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദി ഫോളോയിങ്. ആൻസർ ഓപ്ഷൻ സി ആണ് കൊളീഗ്. COLLEAGUE. Fill in the blank using the appropriate phrasal verb. The match has been dash due to bad weather. ആൻസർ ഓപ്ഷൻ ബി ആണ് കോൾഡ് ഓഫ്. ക്യാൻസൽ ആണ് മീനിങ് ആയിട്ട് വരുന്നത്. ദ മാച്ച് ഹാസ് ബീൻ കോൾഡ് ഓഫ് ഡ്യൂ ടു ബാഡ് വെദർ. യൂസ് ദി കറക്റ്റ് ടെൻസ് ഫോം. ഹി യൂഷ്വലി ഡാഷ് ടു ഓഫീസ് ബൈ ബസ്. ആൻസർ ഓപ്ഷൻ സി ആണ് ഗോസ്. ഹി യൂഷ്വലി ഗോസ് ടു ഓഫീസ് ബൈ ബസ്. Fill in the blank using correct verb. The cutlery I bought yesterday dash quite expensive. Answer option D ആണ് is. The cutlery I bought yesterday is quite expensive. Which among the following is an adjective? Answer option B ആണ് mundane. Mundane എന്നതാണ് adjective ആയിട്ട് വരുന്നത്. Change into passive voice. Someone has asked John to make a speech at the meeting. Answer option C ആണ് വരുന്നത്. John has been asked to make a speech at the meeting by someone. Pick out the word from the option which means to swear. Pick out the word from the option which means to swear falsely. Answer option A ആണ് perjure. Choose the appropriate question tag. Let's go for a movie dash question mark. Answer option D ആണ് shall we. Which among the following is a synonym of the word pensive? Pensive എന്നതിന്റെ synonym ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ എ ആണ് contemplative. അടുത്തത് മലയാള ഭാഗത്തിലെ ചോദ്യങ്ങളാണ്. ശരിയായ രൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കൈയെഴുത്ത്. നെന്മണി എന്ന പദം പിരിച്ചെഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ് നെല് അധികം മണി നെന്മണി. വ്യാകരണം അറിയുന്നവൻ എന്നതിന്റെ ഒറ്റപ്പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് വൈയാകരണൻ. ചിലർ എന്ന പദം ഏത് വചനമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് അലിംഗ ബഹുവചനം. പല്ലവ പുടം വിഗ്രഹിക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് പല്ലവത്തിന്റെ പുടം. സമാന പദം എഴുതുക. മഞ്ഞ്. ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രാലേയം. മാൻ എന്ന വാക്കിന്റെ പര്യായം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഏണം. ചേർത്തെഴുതുക. ചാ അധികം ഉന്നു. ആൻസർ ഓപ്ഷൻ എ ആണ് ചാകുന്നു. ശരിയായ വാക്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. സുപ്രസിദ്ധം എന്ന പദത്തിന്റെ വിപരീതം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കുപ്രസിദ്ധം. മോചനദ്രവ്യം ആവശ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള തട്ടിക്കൊണ്ടുപോകൽ എന്ന കുറ്റത്തിനുള്ള ശിക്ഷ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞിട്ടുള്ളവ എല്ലാം. വധശിക്ഷ, ജീവപര്യന്തം തടവ്, പിഴ ഇതെല്ലാം ലഭിക്കാം. എ എന്ന ആൾ ബിയെ കൊല്ലുന്നതിന് വേണ്ടി ഒരു കുപ്പി വെള്ളത്തിൽ വിഷം ചേർത്ത് വെച്ചു. ആ വെള്ളം സി എടുത്ത് കുടിച്ച് മരിച്ചു. ഇവിടെ എ ചെയ്ത കുറ്റം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കുറ്റകരമായ നരഹത്യ. വാക്യം 1. 7 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന ഒരു തെറ്റും ഇന്ത്യൻ പീനൽ കോഡ് 1860 പ്രകാരം ശിക്ഷിക്കപ്പെടുന്നതല്ല. വാക്യം 2. ചില കേസുകളിൽ 7 മുകളിൽ എന്നാൽ 12 താഴെ പ്രായമുള്ള കുട്ടി ചെയ്ത തെറ്റ് ഇന്ത്യൻ പീനൽ കോഡ് 1860 പ്രകാരം ശിക്ഷിക്കപ്പെടുന്നില്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. മേൽപ്പറഞ്ഞ വാക്യങ്ങൾ 1ഉം 2ഉം ശരിയാണ്. ഇന്ത്യൻ പീനൽ കോഡ് IPC 1860 സെക്ഷൻ 269 പ്രകാരം താഴെ കൊടുത്തിട്ടുള്ള ഏത് പ്രവൃത്തികളാണ് കുറ്റകരമായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. കോവിഡ് രോഗി രോഗവിവരം മറച്ചുവെച്ച് ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ വിവരാവകാശ നിയമം 2005 പ്രകാരം ഈ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിവരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ എ, ബി, സി എല്ലാം വരുന്നുണ്ട്.
ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന്റെ പ്രവർത്തനങ്ങൾ, ക്യാബിനറ്റ് ഡോക്യുമെന്റുകൾ, കോപ്പിറൈറ്റ് മുതലായ ബൗദ്ധിക സ്വത്തവകാശങ്ങൾ മുഖേന സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ. വാക്യം 1. ഒരു സ്വകാര്യ സ്ഥലത്ത് നടക്കുന്ന പോലീസ് നടപടിയുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പൊതുജനങ്ങളിൽ ആർക്കും അവകാശമുണ്ട്. വാക്യം 2. ഒരു സ്വകാര്യ സ്ഥലത്ത് നടക്കുന്ന പോലീസ് നടപടിയുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവകാശം ഉണ്ട്. ആൻസർ ഓപ്ഷൻ എ ആണ്. മേൽപ്പറഞ്ഞ വാചകങ്ങൾ 1ഉം 2ഉം ശരിയാണ്. വിവരാവകാശ നിയമം 2005 പ്രകാരം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഇൻഫർമേഷൻ അഥവാ വിവരം എന്നതിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നില്ല? ആൻസർ ഓപ്ഷൻ എ ആണ്. സെക്ഷൻ 2K പ്രതിപാദിച്ചിരിക്കുന്ന റെക്കോർഡുകൾ. പൊതുജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും ലഭിക്കേണ്ട അവകാശങ്ങളിൽ താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് ഉൾപ്പെട്ടിട്ടില്ല? ആൻസർ ഓപ്ഷൻ സി ആണ്. സ്ത്രീകളുടെ പരാതി വനിതാ പോലീസ് സ്റ്റേഷനിൽ മാത്രം കൊടുക്കുക. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973 പ്രകാരം കൊഗ്നൈസബിൾ കുറ്റം എന്നാൽ? ആൻസർ ഓപ്ഷൻ ബി ആണ്. പോലീസ് ഓഫീസർക്ക് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റം. 0 FIRനെ കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ളതിൽ തെറ്റായ ഓപ്ഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞ എല്ലാ ഓപ്ഷനും ശരിയാണ് എന്നതാണ് തെറ്റായിട്ടുള്ളത്. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് സെക്ഷൻ 44 അറസ്റ്റ് ചെയ്യാനുള്ള ആരുടെ അധികാരത്തെ വിവരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്. മജിസ്ട്രേറ്റ്. 40 വർഷങ്ങൾക്ക് മുൻപ് ജനിച്ച ഒരു വ്യക്തിയുടെ ജനന തീയതിയെക്കുറിച്ചുള്ള തെളിവായി അയാളുടെ ജനനം നടന്ന ഹോസ്പിറ്റലിലെ ആ സമയത്തെ ഡ്യൂട്ടി ഡോക്ടറായിരുന്ന പിന്നീട് മരണപ്പെട്ടു പോയ അയാളുടെ ഡയറി സ്വീകരിക്കണം എന്ന് വാദിഭാഗം ആവശ്യപ്പെടുന്നു. ഈ ഉദാഹരണത്തിൽ തീരുമാനമെടുക്കാൻ പ്രസക്തമാകുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 ഏത് സെക്ഷനാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. സെക്ഷൻ 32. വാക്യം 1. ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 സെക്ഷൻ 44 പ്രകാരം ഒരു പ്രത്യേക വിഷയത്തിൽ വിദഗ്ധയായ വ്യക്തിയുടെ അഭിപ്രായം കോടതിക്ക് തെളിവായി സ്വീകരിക്കാം. വാക്യം 2. ഒരാളുടെ മനോനിലയെക്കുറിച്ചുള്ള ഒരു സൈക്കാട്രിസ്റ്റിന്റെ അഭിപ്രായം ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 സെക്ഷൻ 45 പ്രകാരം കോടതിക്ക് തെളിവായി എടുക്കാവുന്നതാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. വാക്യം 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഒന്നാമത്തത് തെറ്റാണ്. കേരള പോലീസ് ആക്ട് 2011 സെക്ഷൻ 117 പ്രകാരം പോലീസിന്റെ ചുമതലകളിൽ ഇടപെടുന്ന തരത്തിലുള്ള കുറ്റങ്ങൾ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. കൊഗ്നൈസബിളും ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളുമാണ്. നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 സെക്ഷൻ 37 പ്രകാരം ജാമ്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന വാക്യങ്ങളിൽ ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ എയും ബിയും ശരിയാണ്. പ്രോസിക്യൂഷന് ജാമ്യാപേക്ഷ എതിർക്കാൻ അവസരം കൊടുക്കണം. ന്യായമായ കാരണങ്ങൾ കൊണ്ട് കോടതിക്ക് പ്രതിയുടെ നിരപരാധിത്വം ബോധ്യപ്പെടണം. നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 പ്രകാരമുള്ള കുറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറസ്റ്റിന് ശേഷം എത്ര വർഷത്തിനകം നേടിയ വസ്തു കണ്ടുകെട്ടപ്പെടും? ആൻസർ ഓപ്ഷൻ ബി ആണ്. 6 വർഷം. ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്ക് നേരെയുള്ള പ്രവേശിത ലൈംഗിക ആക്രമണ കുറ്റത്തിന് പോക്സോ ആക്ട് 2012 20 വർഷത്തിൽ കുറയാത്ത ശിക്ഷയും പിഴയും നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്. 16. പോക്സോ ആക്ട് 2012 സെക്ഷൻ 3 പ്രകാരം കൊടുത്ത പരാതി കെട്ടിച്ചമച്ചതോ തെറ്റായ വിവരമോ ആണെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. 18 വയസ്സിന് മുകളിൽ പ്രായം ഉള്ളവർക്കെതിരെ മാത്രമേ കുറ്റം ആവുകയുള്ളൂ. മിസ്റ്റർ എ ഒരു ഓഫീസിൽ ജോലി ചെയ്യവേ സഹപ്രവർത്തകരായ ചില വ്യക്തികൾക്ക് ഇമെയിലുകൾ മുഖേന അശ്ലീല ചിത്രങ്ങൾ അയച്ചു. മിസ്റ്റർ എയുടെ പ്രവൃത്തി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 താഴെ കൊടുത്തിട്ടുള്ള ഏത് വകുപ്പിന്റെ ലംഘനമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. സെക്ഷൻ 67A. മനഃപൂർവ്വം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് വൈറസ് പ്രവേശിപ്പിച്ച കുറ്റത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 വകുപ്പ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. സെക്ഷൻ 43. അപ്പോൾ ഈ 100 ചോദ്യങ്ങളാണ് വിമൺ പോലീസ് കോൺസ്റ്റബിളിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. താങ്ക് യു.